തിരുവിഴ കാട്ടിക്കോവിലകം പാടം ഹരിതാപമാക്കാൻ ഇടവിള കൃഷി തുടങ്ങി. 10 ഏക്കർ പാടത്ത് റാഗിയും ചെറുപയറും പച്ചക്കറി വിളകളുമാണ് കൃഷി ചെയ്യുന്നത്. തൈനടൽ ഉദ്ഘാടനം പി ചിത്രരഞ്ജൻ MLA നിർവഹിച്ചു. മാരാരിക്കുളം വടക്ക് പഞ്ചായത്തും മാരാരിക്കുളം വടക്ക് കൃഷിഭവനും തിരുവിഴേശൻ കൃഷിക്കൂട്ടവും ചേർന്നാണ് കൃഷി ചെയ്യുന്നത്. ഏറെ നാളത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് കാട്ടിക്കോവിലകം പാടത്ത് ഇടവിള കൃഷി ചെയ്യുന്നത്. തരിച്ചുകിടന്ന നിലത്ത് തിരുവിഴേശൻ കൃഷിക്കൂട്ടം കഴിഞ്ഞ വർഷം നെൽകൃഷി ചെയ്തു. ഇത്തവണ ഇടവിളയായി പച്ചക്കറി കൃഷിയാണ് ചെയ്യുന്നത്. ഹൈടെക് രീതിയിലാണ് കൃഷി. കാട്ടിക്കോവിലകത്ത് ഹരികരവർമ്മ, KK കുമാരൻ പാലിയേറ്റീവ് കെയർ സൊസൈറ്റി ചെയർമാൻ S രാധാകൃഷ്ണൻ, മാരാരിക്കുളം വടക്ക് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CC ഷിബു, സ്ഥിരം സമിതി അധ്യക്ഷൻ സുഗലാൽ, പഞ്ചായത്ത് അംഗം സീമ ദിലീപ്, കർഷകരായ ജ്യോതിഷ്, അനിലാൽ, ശരണ്യ, ജേക്കബ് എന്നിവർ പങ്കെടുത്തു. അഭിമാനമായിട്ടുള്ള നിലയിൽ കാർഷിക മേഖലയിൽ നിരന്തരം ഇടപെട്ടുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട വ്യക്തികളിൽ ഒന്നാണ് ശ്രീ ജ്യോതിഷ്. കഴിഞ്ഞ വർഷവും എനിക്കിവിടെ വന്ന് ജ്യോതിഷിൻ്റെ നെൽകൃഷിയിലാണ് അന്ന് വിത്ത് നമ്മൾ വിതച്ച ചടങ്ങിൽ പങ്കെടുക്കാൻ അവസരം ലഭിക്കുന്നുണ്ട്. ഇവിടെ ഷിബു പറഞ്ഞതുപോലെ തണ്ണിമത്തനും മറ്റ് പച്ചക്കറികളും കൃഷി ചെയ്യുന്ന അടുത്ത ഈ വിഷുക്കാല കൈനീട്ടം പോലെ വരുന്നതാണ് നമ്മുടെ ഈ കാർഷിക മേഖലയിലെ ഇടപെടൽ. മാരാരിക്കുളം വടക്ക് പഞ്ചായത്തും കഞ്ഞിക്കുഴി ബ്ലോക്കും എല്ലാം കേരളത്തിന് തന്നെ മാതൃകയാകുന്ന നിലയിൽ കാർഷിക മേഖലയിൽ വലിയ മുന്നേറ്റം സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. ഇവിടെ കൃഷിക്കാർ എന്നുള്ള നിലയിലേക്ക് കടന്നു വരുന്നതിൽ നല്ലൊരു ശതമാനം ചെറുപ്പക്കാരാണ്. അവരുടെ അധ്വാനവും അവരുടെ വിയർപ്പും അവരുടെ ത്യാഗമനോഭാവവും അതാണ് ഈ വിളകളെല്ലാം വിളയിക്കുവാൻ ഇടയാക്കിക്കൊണ്ടിരിക്കുന്നത്. ചേറിലും മണ്ണിലും പണിയെടുക്കുന്നവർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളാണ് നമ്മളെയെല്ലാം ജീവൻ നിലനിർത്തുന്നത്. പക്ഷേ ആ നിലയിലുള്ള ഒരു പരിഗണന പലപ്പോഴും അവർക്ക് ലഭിക്കുന്നില്ല എന്നുള്ള വിമർശനമാണ് അവർക്കുള്ളത്. അതുകൊണ്ട് തന്നെ ആവശ്യമായ എല്ലാ പ്രോത്സാഹനം നൽകുവാനും അതോടൊപ്പം തന്നെ അവരുടെ പ്രവർത്തനങ്ങളിൽ അകമഴിഞ്ഞ് സഹകരിക്കുവാനും ഗവൺമെൻറ് ആയാലും മറ്റ് ഏജൻസികൾക്കാണെങ്കിലും വലിയ ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്തമാണ് നിർവഹിക്കപ്പെടുന്നത്.